قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا أم تحسب أن أكثرهم يسمعون أو يعقلون إنهم إلا كالأنعام بل هم أضل سبيلا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ഖുതുബകൾക്ക് മുമ്പ് നമ്മളൊരു ഖുതുബയിൽ നാസ്തികതയെക്കുറിച്ച്, ദൈവ നിഷേധത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി. മുസ്ലിം സമൂഹത്തിൽ ചില യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവാസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതകൾ ചിലയിടങ്ങളിലെങ്കിലും തലപൊക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആ ഖുതുബയിൽ പറഞ്ഞൊരു സംഗതി, പലരും ദൈവാസ്തിക്യത്തെ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവത്തെ നിഷേധിക്കുന്നത് അത് സംബന്ധമായ പഠനങ്ങളുടെയും അന്വേഷണങ്ങളുടെയും ചിന്തയുടെയും ഒക്കെ അവസാനത്തിൽ ഞങ്ങൾക്ക് ദൈവമില്ലെന്ന് ബോധ്യപ്പെട്ടു, ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിഷേധിക്കുന്നു എന്നല്ല അവർ പറയുന്നത്. നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ദൈവനിഷേധത്തിൻ്റെ പുറകിൽ വ്യത്യസ്തങ്ങളായ പല കാരണങ്ങളും പല താല്പര്യങ്ങളും ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഞങ്ങൾ പഠിച്ചു, ശാസ്ത്രീയമായി പഠിച്ചു, അന്വേഷിച്ചു, ചിന്തിച്ചു, പക്ഷേ ദൈവത്തെ കണ്ടെത്താൻ, ദൈവമുള്ളതായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ നിഷേധിക്കുന്നു, മതത്തെ നിഷേധിക്കുന്നു എന്നല്ല അവർ പറയുന്നത്. മറിച്ച് പല താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അവർ ദൈവനിഷേധ പ്രവണത പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഒറ്റക്കൊരു കാര്യം മാത്രമാണ് അത് സംബന്ധമായി ഇപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പലരുടെയും ദൈവനിഷേധത്തിൻ്റെ പുറകിൽ ഫ്രീ സെക്സാണ്, അഥവാ സ്വതന്ത്ര ലൈംഗികതയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരുപാട് താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ അതിൻ്റെ പുറകിലുണ്ടാകും. അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രീ സെക്സാണ്, സ്വതന്ത്ര ലൈംഗികതയാണ്. ഈ സ്വതന്ത്ര ലൈംഗികതയ്ക്ക് തടസ്സമാകുന്നതിനെ തട്ടിമാറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് അവരുടെ ദൈവനിഷേധത്തിൻ്റെ പുറകിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഖുതുബയിൽ സെക്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സുപ്രധാനങ്ങളായ 3 കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലൊരു കാര്യം, ലൈംഗിക വികാരത്തിൻ്റെ കാര്യത്തിൽ, സെക്ഷൽ ഡിസയറിൻ്റെ കാര്യത്തിൽ പുരുഷനും സ്ത്രീക്കും ലൈംഗിക വികാരമുണ്ടെങ്കിലും പുരുഷനേക്കാൾ പല മടങ്ങ് ലൈംഗിക വികാരം കൂടുതലാണ്, സ്ത്രീകളെക്കാൾ പല മടങ്ങ് ലൈംഗിക വികാരം കൂടുതലാണ് പുരുഷൻ ഉണ്ടാവുക. അതാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞത്. ലൈംഗിക വികാരത്തിൻ്റെ കാര്യത്തിൽ പുരുഷൻ വളരെ മുമ്പിലാണുള്ളത്. സ്ത്രീകളെക്കാൾ കൂടുതൽ അത്തരം ഒരു ചോദന ആൺകുട്ടികൾക്കുണ്ടാകും, പുരുഷന്മാർക്കുണ്ടാകും.
മറ്റൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചത്, സ്ത്രീകളെക്കാൾ പുരുഷന്മാരുടെ അല്ലെങ്കിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികളുടെ സെക്ഷൽ ഇമ്പൾസ് അഥവാ ലൈംഗികമായ ത്വര വളരെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന, ഉദ്ദീപിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. കാഴ്ചയിലൂടെ തന്നെ, ദൂരക്കാഴ്ചയിലൂടെ തന്നെ ഒരു പുരുഷന്റെ ലൈംഗിക വികാരം ഉദ്ദീപിപ്പിക്കപ്പെടും. അത് ബയോളജിക്കലി ഈ പറയുന്നതൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, പഠനങ്ങളുള്ളതാണ്, നമ്മൾ അനുമാനങ്ങൾ പറയുന്നതല്ല. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സാമൂഹിക സാഹചര്യം ഏതൊരു ആളുടെയും ലൈംഗിക വികാരത്തെ, പ്രത്യേകിച്ച് ആൺകുട്ടികളുടെയും പുരുഷന്മാരുടെയും യുവാക്കളുടെയും ഒക്കെ ലൈംഗിക വികാരത്തെ വളരെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ കാരണങ്ങൾ ഒന്ന്, നമ്മുടെ പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ വസ്ത്രധാരണം അതിനകത്തൊരു ഘടകമാണ്. രണ്ടാമത്തേത്, നമ്മുടെ ചുറ്റുവട്ടത്തും എല്ലാവർക്കും ലഭ്യമാകുന്ന രൂപത്തിൽ പോൺ വീഡിയോസ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന യൂട്യൂബ്, FB വീഡിയോകൾ, ഇതൊക്കെ വളരെ കൂടുതലാണ് ഒരു കുറേ നാളുകളായിട്ട്. ഇത് കാണാൻ, ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, ഇത് കാണാൻ തുടങ്ങിയത് മുതലാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങളും ചൂഷണങ്ങളും സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ നമ്മുടെ രാജ്യത്ത്, ലോകത്ത് കൂടിയത് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ തന്നെ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ തമ്മിലുള്ള മിംഗിളിങ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സിനിമകൾ, പരസ്യങ്ങൾ, ഇതെല്ലാം പുരുഷന്മാരുടെ ലൈംഗിക വികാരത്തെ ഉദ്ദീപിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് അതിലെ സത്യം. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി കാണുകയോ അതല്ലെങ്കിൽ ബോധപൂർവം കാണുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുതിർന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലൈംഗിക വികാരം സ്വാഭാവികമായിട്ട് ഉദ്ദീപിപ്പിക്കപ്പെടും എന്നത് ഒരു വസ്തുതയാണ്. ഇതാരും പറഞ്ഞുണ്ടാക്കുന്നതല്ല, ഒരു വസ്തുതയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ, അതിനുള്ള ഒരു ത്വര അവൻ്റെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ ഇത് ഏതെങ്കിലും വിധേന സാക്ഷാത്കരിക്കാൻ, അതല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഒരു ശ്രമം അവൻ നടത്തും. അവൻ നടത്തുമ്പോൾ അതിനുള്ള സാധ്യതകൾ അവൻ്റെ മുൻപിലുണ്ട്. അതിനുള്ള ലൈംഗികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വിവിധങ്ങളായ സാധ്യതകൾ നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്ക്, മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ആവശ്യാർത്ഥമോ പഠിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക്, മറ്റ് സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിട്ടുള്ള, ഇതുവഴി ഉണ്ടായിട്ടുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള, ഡിസ്ചാർജ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള നിരവധി സാധ്യതകളുണ്ട്. പക്ഷെ ഈ സാധ്യതകൾക്ക് മുൻപിൽ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് അവർക്ക് പാരമ്പര്യമായി ലഭിച്ച, അവരുടെ മദ്രസാ വിദ്യാഭ്യാസത്തിൽ ലഭിച്ച, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച മതബോധമാണ് എന്നതാണൊരു പ്രശ്നം. ഇതിനവർക്ക് തടസ്സമായി നിൽക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിം കുടുംബങ്ങളിലുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം. കാരണം അവർ ചെറുപ്പകാലം മുതൽ ഇത് കേട്ടാണ് വളരുന്നത്. ചെറുപ്പകാലം മുതൽ അവർ വ്യഭിചാരം കൊടിയ പാപമാണ്, മദ്യപാനം വലിയ പാപമാണ്, പലിശ വലിയ പാപമാണ്, ഗുരുതരമായ തെറ്റാണ് എന്ന ഒരു ബോധത്താലാണ് അവർ വളർത്തപ്പെടുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു മതത്തെക്കാളുപരി ഇത്തരം കാര്യങ്ങളിൽ ഒരു കൂടുതലായിട്ടുള്ള, ഒരു റിജിഡായിട്ടുള്ള ഒരു സമീപനമാണുള്ളത്. ഒരു വിട്ടുവീഴ്ചക്കും ആ വിഷയത്തിൽ ഇസ്ലാമിക് ഐഡിയോളജി സന്നദ്ധമല്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഭാഗത്ത് തൻ്റെ ശാരീരികമായ താല്പര്യങ്ങൾ, ദേഹേച്ഛയുടെ താല്പര്യങ്ങൾ, മറുഭാഗത്ത് പാരമ്പര്യമായി കുടുംബജീവിതത്തിലൂടെ പാരമ്പര്യമായി തങ്ങൾക്ക് ലഭിച്ച തങ്ങളുടെ വിശ്വാസബോധ്യങ്ങൾ, ഇത് രണ്ടും നിൽക്കുകയാണ്. ഒരു വശത്ത് അവൻ്റെ ശാരീരികമായ താല്പര്യങ്ങൾ അഥവാ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിൽക്കുന്നു, മറുവശത്ത് അവൻ്റെ വിശ്വാസബോധ്യങ്ങൾ നിൽക്കുന്നു. ഇത് രണ്ടും ഒരു ചെറുപ്പക്കാരനിൽ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും.
സംഘർഷത്തിലാകും, അല്ലെങ്കിൽ ഒരു ക്ലാഷ് ഉണ്ടാകും. ഈ ക്ലാഷ് ഉണ്ടാകുമ്പോൾ അവൻ്റെ ദേഹേച്ഛക്കാണ് ആ ക്ലാഷിൽ മേധാവിത്വം ലഭിക്കുന്നതെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള ആ സെക്ഷൽ അർജ്, ആ ലൈംഗികമായ ത്വര സാക്ഷാത്കരിക്കാൻ ഒന്നുകിൽ വ്യഭിചാരത്തിൽ വഴി തേടും. കുറെ പേരെയെങ്കിലും അത് ദൈവനിഷേധത്തിലെത്തിക്കും. കാരണം തങ്ങൾക്കിതിന് തടസ്സമായി നിൽക്കുന്നത് തങ്ങളുടെ വിശ്വാസമാണ്, മതബോധമാണ്, വിശ്വാസബോധ്യമാണ് എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് ഒരു കുറെ ആളുകളെയെങ്കിലും ഇത് ദൈവനിഷേധത്തിലെത്തിക്കും എന്നതാണ് വസ്തുത. നമ്മളാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ, ആരെങ്കിലും എൻ്റെ സാമ്പത്തികവും ശാരീരികവുമായ താല്പര്യങ്ങൾക്ക് ദൈവവും മതവും തടസ്സമായതുകൊണ്ട് ഞാൻ ഇനി മുതൽ മതത്തെ നിഷേധിക്കുകയാണ്, ദൈവത്തെ നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആരെങ്കിലും നമ്മൾ കാണുമോ? ഒരാളും അങ്ങനെ മതത്തെ നിഷേധിക്കില്ല. എൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് ഈ മതനിർദ്ദേശം തടസ്സമാണ്, എൻ്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് ഈ മതം തടസ്സമാണ്, അതുകൊണ്ട് ഞാൻ ഈ മതത്തെയും ആ മതം മുന്നോട്ട് വയ്ക്കുന്ന ദൈവസങ്കല്പത്തെയും നിരാകരിക്കുന്നു എന്ന് ആരെങ്കിലും പറയോ? ആരും പറയില്ല. അതിനുള്ള വളഞ്ഞ വഴിയാണ് ദൈവനിഷേധം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നതും അതിന് സൈദ്ധാന്തികമായ, താത്വികമായ, ബുദ്ധിപരമായ മാനം നൽകുക എന്ന് പറയുന്നതും. അതിന് വളഞ്ഞ വഴിയാണത്. ഇങ്ങനെ ദൈവത്തെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ അന്വേഷിക്കുക ദൈവത്തെ നിഷേധിക്കാനുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. സൈക്കോളജിയിൽ ഒരു കൺഫർമേഷൻ ബയസ് എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, തങ്ങളൊരു ഐഡിയ ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ അടുത്ത അന്വേഷണം ആ ഐഡിയയെ സ്വാധീകരിക്കുന്ന രൂപത്തിലുള്ള തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കലാണ്. മറ്റൊന്ന്, താൻ കാണുന്നതിനെല്ലാം അതിനനുകൂലമായിട്ട് എങ്ങനെ വായിച്ചെടുക്കാനും വ്യാഖ്യാനിക്കാനും കഴിയും എന്നാണ് പിന്നെ അയാൾ ചിന്തിക്കുക. ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണത്. ഈ ഒരു രീതിയാണ് അത്. അവർ മാത്രമൊന്നുമല്ല, എല്ലാവരും സ്വീകരിക്കുന്ന ഒരു രീതിയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാശയം തൻ്റെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അതിന് തെളിവ് അന്വേഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പൊ ഏറ്റവും ഫിറ്റായിട്ടുള്ള ദൈവനിഷേധമാണ് എന്ന് കാണുമ്പോൾ അതിനു വേണ്ടി പിന്നെ തെളിവ് അന്വേഷിക്കലായിരിക്കും. പിന്നെ അത്തരം ആളുകൾ നോക്കുന്നതെല്ലാം എന്തായിരിക്കും? ദൈവനിഷേധത്തിനുള്ള തെളിവുകളായിരിക്കും. അത്തരം ആളുകൾ വായിക്കുന്നതും കാണുന്നതും സോഷ്യൽ മീഡിയ തുറക്കുന്നതുമെല്ലാം ദൈവനിഷേധത്തിന്റെ തെളിവുകളായിരിക്കും. അവർ കാണുന്നതെല്ലാം പിന്നെ അവർ വായിക്കുന്നതും അത് തന്നെയായിരിക്കും, അവർ കേൾക്കുന്നതും അത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അത്തരം രൂപത്തിലേക്ക് ഇതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ കഴിയും എന്നതായിരിക്കും അവർ ശ്രദ്ധിക്കുക. അതല്ലാതെ ഞാൻ ദൈവത്തെ, എൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ദൈവത്തെ നിഷേധിക്കുന്നു എന്നവർ പറയില്ല. അങ്ങനെ അവരുടെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചില നാസ്തികരുടെ വാദങ്ങൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ കാണുന്നത്. ആ ദാഹവും വിശപ്പും മനുഷ്യന്റെ ആവശ്യങ്ങളാണ്. ദാഹത്തിന് വെള്ളം കുടിക്കാൻ അനുവദിക്കുന്നുണ്ട്, വിശപ്പിന് ഭക്ഷണം കഴിക്കാനും അനുവദിക്കുന്നുണ്ട്. അതുപോലുള്ള മനുഷ്യന്റെ ഒരു ദാഹമാണ് ഈ സെക്ഷുവൽ ഡ്രൈവ് എന്ന് പറയുന്നത്, ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത്. ആ ലൈംഗിക താല്പര്യം മാത്രം സാക്ഷാത്കരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ദൈവം എന്ത് ദൈവമാണ് എന്ന ചിന്തയും ചോദ്യങ്ങളും ആയിരിക്കും പിന്നെ വരിക. കാരണം ദാഹം മനുഷ്യന്റെ ഒരു വികാരമാണ്, വിശപ്പ് മനുഷ്യന്റെ ഒരു വികാരമാണ്, ലൈംഗികതയും അതുപോലെ തന്നെ ഒരു വികാരമാണ്. അപ്പോ വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം, വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാത്ത ദൈവം ദൈവമാകുമോ? ദാഹമുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ അനുവദിക്കാത്ത ദൈവം ദൈവമാകുമോ? അത് അനുവദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ദാഹമായ ലൈംഗിക താല്പര്യം വരുമ്പോൾ അത് സാക്ഷാത്കരിക്കാൻ അനുവദിക്കാത്ത ദൈവം എന്ത് ദൈവമാണ്? അത് ദൈവമാകുമോ? അങ്ങനെ ഒരു ദൈവസങ്കല്പത്തിൽ അർത്ഥമില്ല എന്ന ഫൈൻഡിങ്സിൽ അവർ എത്തിച്ചേരും. പിന്നെ നോക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ദൈവമില്ല എന്ന രൂപത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരക്കാരെ നമുക്കൊരിക്കലും ദൈവമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക സാധ്യമേ അല്ല. കാരണം അവർ ദൈവമുണ്ടോ ഇല്ലേ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ല ദൈവത്തെ നിരാകരിച്ചിട്ടുള്ളതും നിഷേധിച്ചിട്ടുള്ളതും. അവരുടെ താല്പര്യങ്ങളുടെ സംരക്ഷണാർത്ഥമാണ് അവർ ദൈവനിഷേധം നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് അവരെ തിരുത്തുക സാധ്യമല്ല. അവരുടെ മുൻപിലേക്ക്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിരിക്കും പ്രവാചകന്റെ വിവാഹം. ആ വിവാഹത്തിന്റെ ന്യായങ്ങൾ പറഞ്ഞാൽ അവർക്ക് ബോധ്യാവില്ല ഒരിക്കലും. അതിലൂടെ ഒന്നും, ഞാൻ ആ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു, അവരോടൊക്കെ ഇതിനു മറുപടി പറയുന്നത് വൃഥാവിലാണ്, ഇതിന് പരിഹാരമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ
പ്രസക്തമായൊരു വാചകം. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. അറായിത്ത മനിത്തഹദ ഇലാഹു ഹവാഹു. പ്രവാചകരെ, താങ്കൾ കണ്ടില്ലേ, അല്ലെങ്കിൽ താങ്കൾക്കറിയുമോ, ഇച്ഛയെ ഇലാഹാക്കിയവരെ താങ്കൾക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇച്ഛയെ ഇലാഹാക്കിയവരെ താങ്കൾക്കറിയുമോ? അഫഅൻത തഖൂലു അലൈഹി വക്കീല. താങ്കൾ എന്തിനാണ്, താങ്കൾക്ക് പറ്റുമോ അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ? അവരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ താങ്കൾക്ക് പറ്റുമോ? എന്നിട്ട് അല്ലാഹ് പറയുകയാണ്, അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഅഖിലൂൻ. താങ്കൾ വിചാരിക്കുന്നുണ്ടോ ഇവരിൽ ഭൂരിഭാഗവും താങ്കൾ പറയുന്നത് കേൾക്കുകയും താങ്കൾ പറയുന്നത് ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദിക്കുകയാണ്. ഇവർ ദേഹേച്ഛ കടിപ്പെട്ടവരാണ്. ഇവർ ദേഹേച്ഛയെ ദൈവമാക്കിയവരാണ്. ഇവരുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ താങ്കൾക്ക് കഴിയില്ല. താങ്കൾ വിചാരിക്കുന്നുണ്ടോ താങ്കൾ പറയുന്ന കാര്യങ്ങൾ ഇവരിൽ ഭൂരിപക്ഷവും കേൾക്കുകയും അതിനെക്കുറിച്ച് ഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്? എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇൻഹും ഇല്ലാ കൽ അൻആമി ബൽ ഹും അദല്ലു സബീല. അവരിൽ അധിക പേരും കാലികളെ പോലെയാണ്. അവർ കാലികളാണ്, അല്ല അതിനേക്കാൾ വഴിതെറ്റിയവരാണ് അവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ആര്? ദേഹേച്ഛയെ ഇലാഹാക്കിയ ആളുകൾ. യഥാർത്ഥ ദൈവത്തെക്കാൾ എനിക്ക് വലുത് എൻ്റെ ദേഹത്തിൻ്റെ, എൻ്റെ ശരീരത്തിൻ്റെ താല്പര്യങ്ങളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഈ അള്ളാഹുവിൻ്റെ ഈ വചനത്തിന് രണ്ട് കണ്ടക്സ്റ്റ് ഉണ്ട്. അത് വേറെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ താല്പര്യങ്ങളാണ് എനിക്ക് വലുത്, എൻ്റെ ഇലാഹു എന്ന് പറയുന്നതിൻ്റെ താല്പര്യങ്ങളാണ്. ഇവരെ നമുക്ക് തിരുത്താൻ സാധ്യമല്ല. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്, ഒരു മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് ഒരിക്കലും ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല. കോമൺ സെൻസിന് ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം അത് ഇൻബോൺ ആണ്, അത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അത് നൈസർഗികമാണ്. ഒരു പരാശക്തിയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു ബോധം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ നിരീശ്വരത്വവും ഈശ്വരത്വവും ഒന്നും പഠിപ്പിക്കാതെ വളർത്തിയാൽ പോലും അവനിൽ ഒരു ദൈവബോധമുണ്ടാകും. ആ ദൈവബോധത്തിന്റെ വിശദാംശങ്ങൾ വ്യത്യസ്തമായിരിക്കുമെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യരിൽ എല്ലാവരിലും ഒരു പരാശക്തിയെക്കുറിച്ചുള്ള ബോധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഏതുപോലെ എന്ന് ചോദിച്ചാൽ, മനുഷ്യരെ കൊല്ലുന്നതും അന്യന്റെ കൈവശമിരിക്കുന്ന സമ്പത്ത് അടിച്ചു മാറ്റുന്നതും തെറ്റാണ് എന്ന് അത് ചെയ്തവർക്ക് പോലും അറിയാം, അത് ചെയ്യുന്നവർക്ക് പോലും അറിയാം. ഒരാളെ കൊന്നവൻ ഒരിക്കലും ആളെ കൊന്നത് ശരിയാണ് എന്ന് പറയില്ല. മറിച്ച് അവൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുക ന്യായീകരണങ്ങളായിരിക്കും. ഒരാളുടെ പണം കട്ടെടുത്തവൻ ഒരിക്കലും പറയില്ല കട്ടെടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന്. അവൻ കട്ടെടുത്തവൻ പറയുക എന്തെങ്കിലും ന്യായങ്ങളായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായി അവനിൽ ഒരു അവബോധമുണ്ട്, ആളുകളെ കൊല്ലുന്നത് തെറ്റാണ്. അത് പ്രകൃതിപരമായി അവന് കിട്ടിയിട്ടുള്ള ബോധമാണ്. കട്ടെടുക്കുന്നത് തെറ്റാണ് എന്ന അടിസ്ഥാന ബോധം അവനിലുണ്ട്. അതിപ്പോ നമ്മൾ കട്ടെടുക്കുന്നത് തെറ്റാണെന്ന് മദ്രസയിലോ സ്കൂളിലോ കോളേജിലോ വാഴിലോ ഒന്നും പറഞ്ഞില്ലെങ്കിലും മറ്റൊരുത്തന്റെ ധനം അന്യായമായി കട്ടെടുക്കുന്നത് തെറ്റാണ് എന്ന ബോധം മനുഷ്യനിൽ ഇൻബോൺ ഉണ്ട്. അതാരും പഠിപ്പിച്ചിട്ട് വേണ്ട. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മനുഷ്യനെ നാം സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് ശരിയായ രൂപത്തിൽ ക്രമപ്പെടുത്തുകയും നീതിയെക്കുറിച്ചും അനീതിയെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചുമുള്ള ഒരു ബോധം അവനിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ അവന് മറികടക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായ ബോധം അവനിലുണ്ടാകും. ഇതുപോലെ തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള ബോധവും മനുഷ്യനിലുള്ളത്. നിരവധി പഠനങ്ങൾ ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. കുട്ടികളെ സ്വതന്ത്രമായി വളർത്തിയാൽ ഏതൊക്കെയോ അർത്ഥത്തിലുള്ള ദൈവബോധം അവരിലുണ്ടാകും. ആ ബോധം നൈസർഗികമാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ വിശ്വാസം, ഈ ദൈവബോധം, ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു റൂറൽ കൺസെപ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു അർബൻ കൺസെപ്റ്റ് അല്ല, ഏതെങ്കിലും പ്രത്യേകമായ ഒരു ദേശത്തുള്ള ഒരു ഗ്രാമത്തിലെ ആളുകൾക്കുണ്ടായ വിശ്വാസമല്ലത്, ഏതെങ്കിലും നഗരത്തിൽ ജീവിച്ച ആളുകൾക്കുള്ള വിശ്വാസമല്ലത്. ഈ ദൈവമുണ്ടെന്ന ബോധം യൂണിവേഴ്സലാണ് എന്നതാണ് ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇത് വയലു പറഞ്ഞ് പ്രചരിപ്പിച്ചതല്ല, ഇത് പ്രസംഗിച്ച് പ്രചരിപ്പിച്ചതല്ല, ഇത് പുസ്തകം എഴുതി പ്രചരിപ്പിച്ചതല്ല. മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടോ, ആദിവാസികളിലടക്കം, എത്രയും ഗൂഢമായ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസികളുടെ ഇടയിൽ പോലും ഒരു പരാശക്തിയിലുള്ള ബോധമുണ്ട് എന്നത് തന്നെ
ഇത് ആരും സൃഷ്ടിച്ചതല്ല, മനുഷ്യനിൽ ഉള്ളതാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോമൺ സെൻസിന് ഇത് നിഷേധിക്കാൻ കഴിയില്ല. അതുപോലെ നമ്മൾ കാര്യം ആലോചിക്കണം. ഒരു മൊട്ടുസൂചി സ്വയം ഉണ്ടാകുമെന്ന് ലോകത്ത് നിരീശ്വരവാദികളടക്കം ഒരാളും അംഗീകരിക്കില്ല. 1 കോടി കൊല്ലം ഇവിടെ ഭൂമിയിൽ ഇരുമ്പയിരുണ്ടല്ലോ, ഭൂമിയിൽ നിന്നുള്ള ഇരുമ്പയിര് കുഴിച്ചെടുത്തിട്ടാണ് ഇരുമ്പുണ്ടാക്കുന്നത്, കമ്പി ഉണ്ടാക്കുന്നത്, മെറ്റൽ ഷീറ്റുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിൽ ഇരുമ്പയിരുണ്ടായിരിക്കെ 1 കോടി കൊല്ലം കഴിയുമ്പോൾ ആ ഇരുമ്പയിര് എങ്ങനെയോ ഒരു മൊട്ടുസൂചിയായി പരിണമിച്ചു എന്ന് ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തെ ഒരു നാസ്തികം പോലും അംഗീകരിക്കില്ല. 1 കോടിയല്ല 100 കോടി കൊല്ലം അത് ഈ ഭൂമിയിൽ ഉണ്ടായാലും ആ ഇരുമ്പയിര് ഒന്നിച്ചെങ്ങനെയോ ചേർന്ന് ഒരു മൊട്ടുസൂചി പോലെ ആകും. മൊട്ടുസൂചിക്ക് സങ്കീർണതയൊന്നുമില്ലല്ലോ. ആകെ മുകളിൽ ഒരു മൊട്ടുണ്ട്, അറ്റത്ത് കൂർത്തിരിക്കുന്നു, ചെറിയ ഒരു നീളത്തിലുള്ള ഒരു മെറ്റൽ പീസാണ് ഈ മൊട്ടുസൂചി എന്ന് പറയുന്നത്. സങ്കീർണതകളില്ലാത്ത ഒരു മൊട്ടുസൂചി പോലും 100 കോടി കൊല്ലം കൊണ്ട് ഇരുമ്പയിരിൽ നിന്ന് മൊട്ടുസൂചി ആവില്ല എന്നാണ് ഇവിടെ എല്ലാവരും വിശ്വസിക്കുന്നത്. മറിച്ചൊരാൾ പറഞ്ഞാൽ അയാൾ ആശുപത്രി കൊണ്ടുപോകണമെന്നേ യുക്തിവാദി പോലും പറയുള്ളൂ. മൊട്ടുസൂചി ഉണ്ടാകുന്നത് പോകട്ടെ, ഒരിടത്ത് കിടന്ന മൊട്ടുസൂചി ഒരു ബാഹ്യ സമ്മർദ്ദവുമില്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കിടക്കുമെന്ന് പോലും ലോകത്തൊരാൾ വിശ്വസിക്കില്ല. ആ മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ ഇതിനേക്കാളെല്ലാം സങ്കീർണമായ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥക്ക് പുറകിൽ ഒരാളുമില്ല, അത് തന്നെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കുക? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോമൺ സെൻസിന് ദൈവത്തെ നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ ദൈവത്തെ അവൻ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവന്റെ പുറകിൽ എന്തോ താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. ആ താല്പര്യങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത് ഫ്രീ സെക്സ് അഥവാ സ്വതന്ത്ര ലൈംഗികത എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ പുറകിലുള്ള താല്പര്യം. മറ്റു താല്പര്യങ്ങളും ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു സംഗതി കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത, ലോകത്ത് ദൈവമുണ്ട് എന്ന് പറയാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. ലോകത്ത് ദൈവമുണ്ടെന്ന് പറയാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. അതുപോലെ തന്നെ ലോകത്ത് ഒരു പ്രവാചകനെയും, ലോകത്ത് വന്ന മിക്കവാറും എല്ലാ പ്രവാചകന്മാരെയും ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളെയും നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടും ചെയ്തത് നാസ്തികരല്ല, ഈ രണ്ടും ചെയ്തത് ദൈവനിഷേധികളല്ല. ലോകത്ത് പ്രവാചകന്മാരെ നിഷേധിച്ചതും ലോകത്തെ പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദവാക്യങ്ങളെ നിരാകരിച്ചതും നാസ്തികരല്ല, ദൈവനിഷേധികളല്ല, യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല, ഒന്നാന്തരം ദൈവവിശ്വാസികളാണ്. ഒന്നാന്തരം ദൈവവിശ്വാസികളാണ് പ്രവാചകന്മാരെ നിഷേധിച്ചത്. ഒന്നാന്തരം ദൈവവിശ്വാസികളാണ് വേദഗ്രന്ഥങ്ങളെ നിഷേധിച്ചത്. എന്തുകൊണ്ടായിരിക്കണം അവർ നിഷേധിച്ചത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൊതുവിൽ സമൂഹത്തിന് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം ദൈവം എന്ന് പറയുന്നത് ആരാധിക്കാനുള്ള ഒരു ഉരുപ്പടിയാണ് എന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള ആളുകളുടെ സങ്കല്പം അതാണ്. സാമ്പ്രദായിക സമൂഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. ദൈവം ആരാധിക്കാനുള്ള ഉരുപ്പടിയാണ്. എന്തിനാണ് ആരാധന? ഒന്നാമത് തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിലൂടെ, ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിടുന്നതിലൂടെ തൻ്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണം. മറ്റൊന്ന്, തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ തനിക്ക് എവിടെ വച്ചും ആപത്ത് പിണഞ്ഞു പോകരുത്. ഈ രണ്ടിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനപ്പുറം എന്നെ സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എൻ്റെ ദൈനംദിന ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന ഒരു കൺസെപ്റ്റ് പൊതുവിൽ മതവിശ്വാസികളുടെ ജീവിതത്തിലില്ല. അങ്ങനെയുള്ള ഒരു ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു? തങ്ങൾക്ക് തോന്നിയ വസ്തുക്കളെല്ലാം ഇവർ ദൈവങ്ങളായി പ്രഖ്യാപിച്ചു. ഒരു സമയത്ത് ഒരു ദൈവത്തെ സങ്കല്പിക്കും, വേറൊരു സമയത്ത് മറ്റൊരു ദൈവത്തെ സങ്കല്പിക്കും. ദൈവത്തെ തീരുമാനിക്കുന്നത് പോലും തങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചായി. ഈ സമയത്താണ് പ്രവാചകന്മാർ അവരുടെ കൂട്ടത്തിലേക്ക് വരുന്നത്. ലോകത്തെല്ലായിടത്തും അവർ വന്നിട്ട് അവരോട് എന്താണ് പറയുന്നത്? ഞങ്ങൾ ഒരു പ്രത്യേക ദൈവത്തെ അവതരിപ്പിക്കാം, ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണമെന്നല്ല. അങ്ങനെ ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർ ആരും വന്നത് ഒരു മതത്തിന്റെ വാക്താവായിട്ടല്ല. പ്രവാചകന്മാർ വന്നതെല്ലാം ദൈവത്തിന്റെ വാക്താവായിട്ടാണ്. ദൈവത്തിന്റെ വാക്താക്കളായിട്ടാണ് പ്രവാചകന്മാർ വന്നത്. അവർ വന്നിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ദൈവത്തെ അവതരിപ്പിക്കാൻ പോവുകയാണ്, ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നല്ല അവരോട് പറഞ്ഞത്. മറിച്ച് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ,
യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച, രാപ്പകലുകൾ മാറി മാറി വരുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടല്ലോ, ആ ദൈവത്തിനെ മാത്രമേ നിങ്ങൾ ഇലാഹായി സ്വീകരിക്കാൻ പാടുള്ളൂ. ഇതാണ് പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞത്. കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്, പക്ഷെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമുണ്ട്. പ്രവാചകന്മാർ ഇത് പറഞ്ഞതുകൊണ്ടാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും കടന്നു ചെന്ന സമൂഹത്തിലെ ജനങ്ങൾ പ്രകോപിതരാകാനുള്ള കാരണം. ഈ പ്രവാചകന്മാർ പറയുന്ന ഈ കാര്യം എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു എന്ന് അല്ലാഹ് തന്നെ പറയുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്. ഇതാണ് ആ പ്രവാചകന്മാർ പറഞ്ഞത്. എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും പറഞ്ഞത് ഒരേ ഒരു ഇലാഹിന് മാത്രമേ വിധേയപ്പെടാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ മുഖ്യമായി രണ്ട് കാര്യങ്ങളാണ്. ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്രവാചകൻ പറഞ്ഞതിൽ ഒരു കാര്യം, നിങ്ങളെയും ഞങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇതവർ അംഗീകരിച്ചാൽ അവരുടെ എത്രയോ തലമുറകൾക്ക് മുമ്പ് അവരുടെ കാരണവന്മാർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയ ദൈവസങ്കല്പങ്ങളുണ്ട്. ഈ ദൈവസങ്കല്പങ്ങളെയെല്ലാം അവർ നിരാകരിക്കേണ്ടി വരും. അവർ അപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളടക്കം അവരുടെ പൂർവികർ ഓരോ സന്ദർഭത്തിൽ ഉണ്ടാക്കിയെടുത്ത അവർക്ക് തോന്നിയതുപോലെ അതുകൂടി ചേർത്താണ് അല്ലാഹ് അറായിത്ത മനിത്തഹദ ഇലാഹഹു ഹവാഹു എന്ന് പറഞ്ഞത്. ഇച്ഛയെ ഇലാഹാക്കിയവർ ഇന്നൊരു ദൈവത്തെ ആരാധിക്കും, നാളെ തോന്നും അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് വേറൊരു ദൈവം, ആ ദൈവത്തെ ആരാധിക്കും. അതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് ഈ വിഗ്രഹം, അതുകൊണ്ട് ഇതിനെ ആരാധിക്കും. അങ്ങനെ സ്വന്തം താല്പര്യം അനുസരിച്ച് ദൈവങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, അതുകൂടി ആ ആയത്തിന്റെ പരിധിക്കകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഉണ്ടാക്കിയെടുത്ത ദൈവങ്ങളെയെല്ലാം ഇവർക്ക് നിരാകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ അതിനേക്കാളേറെ അവർക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമാണ് രണ്ടാമത്തെ കാര്യം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾ ജീവിതത്തിൻ്റെ ശരിതെറ്റുകളും ന്യായാന്യായതകളും തീരുമാനിക്കാൻ പാടുള്ളൂ. ഇതാണ് പ്രവാചകന്മാർ അവരോട് പറഞ്ഞ ഈ ഇലാഹിൻ്റെ ആ സങ്കല്പത്തിനകത്ത് ചേർന്ന വളരെ സ്ഫോടനാത്മകമായ ഒരു കാര്യം. നിങ്ങൾ ജീവിതത്തിൻ്റെ ശരിയേത് തെറ്റേത്, നന്മയേത് തിന്മയേത്, അതുപോലെ തന്നെ ന്യായമേത് അന്യായമേത് എന്ന് തീരുമാനിക്കേണ്ടത് ആ ദൈവം പറയുന്നതനുസരിച്ചാണ്, അല്ല നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ചല്ല. ഇത് അത്യന്തം സ്ഫോടനാത്മകമായ പ്രവാചകന്മാരുടെ ദൈവസങ്കല്പത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ്. എൻ്റെ ഹുത്തുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും ഹുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അടക്കം എല്ലാവർക്കും പ്രശ്നം ഇത് തന്നെയാണ്. അല്ലാഹു അല്ല ആരാധിക്കുന്ന പ്രശ്നമല്ല ഇത്. ഇത് ജീവിതത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഒരു സംഗതിയാണ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ ഇവർ നിഷേധിച്ചത്. ഇവർ ദൈവത്തെ നിഷേധിച്ചിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ ആളുകൾ ദൈവത്തെ നിഷേധിച്ചിട്ടില്ല, പ്രവാചകന്മാരെയാണ് നിഷേധിച്ചത്. പ്രവാചകന്മാർ കൊണ്ടുവന്ന വേദവാക്യങ്ങളെയാണ് നിഷേധിച്ചത്. ആ സമയത്ത് അവർക്ക് ദൈവത്തെ നിഷേധിക്കേണ്ടതുണ്ടായിരുന്നില്ല. കാരണം അവർ ദൈവവിശ്വാസികളാണ് നേരത്തെ മുതൽ. ആ ദൈവവിശ്വാസത്തിൽ എവിടെയും ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവസങ്കല്പം അവർ ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഈ പ്രവാചകന്മാർ വന്നപ്പോഴാണ് പറയുന്നത് ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും ആ ദൈവം തന്നെയാണെന്ന്. ആരാധിക്കപ്പെടേണ്ടത് മാത്രമല്ല ദൈവം, ജീവിതത്തെ നിയന്ത്രിക്കേണ്ടതും ആ ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പ്രകോപിതരായത്. നമ്മളും പ്രകോപിതരാകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കേണ്ടി വരുമ്പോഴാണ് നമുക്കും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നത്. അതല്ലാതെ കേവലം ആരാധിക്കപ്പെടുന്ന ഒരു ദൈവസങ്കല്പം ആരെങ്കിലും അവതരിപ്പിച്ചു എന്ന് വിചാരിച്ച് ആർക്കും അസ്വസ്ഥത ഉണ്ടാകേണ്ടതില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ നിഷേധിക്കേണ്ടി വരും. അന്ന് പ്രവാചകനെ നിഷേധിക്കാൻ തൊട്ട് മുമ്പിലുണ്ടായിരുന്നു. ഇന്നത്തെ ആളുകൾക്ക് നിഷേധിക്കാൻ ഒരു പ്രവാചകൻ തൊട്ട് മുമ്പിലില്ല. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? ദൈവം തന്നെ ഇല്ല എന്നവർ പ്രഖ്യാപിക്കുകയാണ്. ആ ദൈവനിഷേധത്തിന്റെ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെയാണ്. അഥവാ ദൈവനിഷേധത്തിന്റെ പുറകിലുള്ളത് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. അത് ലൈംഗികമാകാം, അത് സാമ്പത്തികമാകാം, അത് മറ്റെന്തെങ്കിലുമാകാം. ആ താല്പര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു ദൈവസങ്കല്പം, ആ ദൈവസങ്കല്പത്തെ ഉൾക്കൊള്ളാനാണ് ചരിത്രത്തിൽ എക്കാലത്തും പ്രശ്നമുണ്ടായിട്ടുള്ളത്.
ആ ദൈവസങ്കല്പം തടയണ തീർക്കുമ്പോഴാണ്, ലൈംഗികതയ്ക്ക് തടയണ തീർക്കുമ്പോഴാണ്, സാമ്പത്തിക താല്പര്യങ്ങൾക്ക് തടയണ തീർക്കുമ്പോഴാണ് ആ ദൈവം എനിക്ക് വേണ്ട എന്ന് പറയേണ്ടി വരുന്നത്. പിന്നെ വളച്ചു കെട്ടി അതിന് ശാസ്ത്രീയ അടിത്തറയില്ല, യുക്തിയുടെ പിൻബലമില്ല എന്നൊക്കെ പിന്നെ സമർത്ഥിക്കുന്നത് മാത്രമാണ്. അപ്പം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്ന ഒരു മതസങ്കല്പം, അത് ഏറ്റവും കൂടുതലുള്ളത്, ഈ ഒരു മതസങ്കല്പം വളരെ മൂർത്തമായിട്ട് ലോകത്ത് അവതരിപ്പിച്ചത് പ്രവാചകന്മാരാണ്. അവസാനം അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വീണ്ടും ആവർത്തിച്ച് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതുവരെയായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, കേവലം ആരാധിച്ചും കേവലം പൂജിച്ചും ഒക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ദൈവസങ്കല്പമായിരുന്നു ഇസ്ലാമും അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ലോകത്ത് ഇസ്ലാം ഇത്രയേറെ കടന്നാക്രമണങ്ങൾക്ക് വിധേയമാകുമായിരുന്നില്ല. മറിച്ച് ഇസ്ലാം അവതരിപ്പിക്കുന്ന ഒരു ഗോഡ് കൺസെപ്റ്റ്, ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് മറ്റേതൊരു ദൈവത്തെ നിഷേധിക്കുന്നവരടക്കം എല്ലാ മതത്തിലും ദൈവസങ്കല്പം ഉണ്ടായിരിക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മതസങ്കല്പത്തിലും ദൈവസങ്കല്പം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇസ്ലാം മാത്രം ഇത്രയേറെ കടന്നാക്രമണങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്ന് ദൈവത്തെ നിഷേധിച്ച് മതത്തെ നിഷേധിച്ച് പുറത്തു പോകുന്നവനേക്കാൾ കൂടുതലായി ഇസ്ലാമിൽ നിന്നൊരാൾ മതം നിഷേധിച്ച് ദൈവത്തെ നിഷേധിച്ച് പുറത്തു പോയാൽ അത് കൂടുതലായിട്ട് ആഘോഷിക്കുന്നതിൻ്റെയും മനഃശാസ്ത്രം ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എവിടെയും പ്രശ്നം താല്പര്യങ്ങളാണ്, സാമ്പത്തിക താല്പര്യങ്ങളാണ്, ലൈംഗിക താല്പര്യങ്ങളാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ നന്മ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ആ മനോഹരമായ കാഴ്ചപ്പാട് യുക്തിപരമായി ബുദ്ധിപരമായി വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.